ഞാൻ ചെറുപ്പത്തിലേ എൻ്റെ അങ്കിളുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അങ്കിളിനൊരു മോനുണ്ട്. അവൻ എൻ്റെ നല്ല കൂട്ടായിരുന്നു. എനിക്ക് വേറെ ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ തന്നെയായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി അവൻ എന്നെ വേറെ രീതിയിലാണ് കാണുന്നത്, അവൻ വേറെ രീതിയിലാണ് പെരുമാറുന്നതെന്നൊക്കെ. പക്ഷെ ഞാൻ ആദ്യം അതൊന്നും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം തന്നെ എനിക്ക് ശരിക്കും മനസ്സിലാവാൻ തുടങ്ങി. പക്ഷെ ഞാൻ അങ്കിളുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ അങ്കിളുണ്ടല്ലോ, എനിക്കൊന്നും പറ്റത്തില്ലെന്ന് ഞാൻ ഓർത്തു. പക്ഷെ അങ്കിളിന് അപ്പോഴാണ് സ്ട്രോക്ക് വന്നത്. ആൻഡ് ഹി വാസ് പാരലൈസ്ഡ്. അത് കഴിഞ്ഞ് ആ വീട്ടിൽ എൻ്റെ ജീവിതം ഭയങ്കര നരക തുല്യായിരുന്നു. യു കാണ്ട് ഈവൻ ഇമാജിൻ ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന്. He has raped me brutally. Not once, not twice. ഒരുപാട് തവണ. And I stood there. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എൻ്റെ പപ്പയും അമ്മയൊക്കെ സ്റ്റേറ്റ്സിൽ നിന്ന് വിളിക്കുവേ. അവരെപ്പോഴും ഇഷ്ടംപോലെ പൈസയൊക്കെ അയച്ചു തരും. ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യും. But they never asked me whether I was okay. സ്വന്തം അപ്പനോടും അമ്മേനോടും പോലും പറയാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണോ തന്നോട് ഇതൊക്കെ പറയുന്നേ. എനിക്ക് ഇതുവരെ ആ ട്രോമയെന്ന് മാറാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആളുകളെ കാണുന്നതിന് പേടിയാ. അതുകൊണ്ട് എനിക്കൊരു കോളേജിൽ പോലും പഠിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഗേൾസ് ഓൺലി കോളേജിൽ പോയി ജോയിൻ ചെയ്തേ. ഞാൻ കല്യാണം കഴിച്ച് എന്ത് ചെയ്യാനാ? എനിക്ക് മനസ്സിലാക്കാൻ പറ്റും തനിക്ക് ഡിവേഴ്സ് വേണം എന്നുള്ളത്. ഐ എം റെഡി ടു സൈൻ എനി പേപ്പേഴ്സ്. ഐ നോ യു ഡിസേർവ് മച്ച് മോർ. And I'm really, really sorry.